റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സിവിൽ സർവീസ് മേധാവി സ്ഥാനത്ത് നിന്നും ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സർ ക്രിഷ് വോർമോൾഡിനെ പുറത്താക്കി. 2024 ഡിസംബറിൽ സർ ക്രിഷിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ച പ്രധാനമന്ത്രി സർ കെ സ്റ്റാർമർ കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുള്ളവനാണെന്ന് പറഞ്ഞു. പരസ്പര ധാരണ പ്രകാരമാണ് ഈ നീക്കമെന്ന് ക്യാബിനറ്റ് ഓഫീസ് പറഞ്ഞു. എന്നാൽ ഡൌണിംഗ് സ്ട്രീറ്റ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അതൃപ്തനാണെന്ന് സൂചിപ്പിക്കുന്ന മാസങ്ങളായ നെഗറ്റീവ് മാധ്യമ റിപ്പോർട്ടുകളും പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ക്യാബിനറ്റ് ഓഫീസിലെ സ്ഥിരം സെക്രട്ടറി കാത്തറിൻ ലിറ്റിൽ, ഹോം ഓഫീസിലെ സ്ഥിരം സെക്രട്ടറി ഡാം ആന്റോണിയോ റോമിയോ, ട്രഷറിയിലെ സ്ഥിരം സെക്രട്ടറി ജെയിംസ് ബൌളർ എന്നിവർ ഉടൻ ഒരു പകരക്കാരനെ നിയമിക്കുന്നവരെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പങ്കിടുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതോടെ ആ പദവിയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം സേവനമനുഷ്ഠിച്ച ക്യാബിനറ്റ് സെക്രട്ടറി എന്ന പദവി സർ ക്രിഷിന് സ്വന്തമാകും. ധീരവും അഭിലാഷപൂർണവുമായ ദീർഘകാല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണത്തിന് സർ ക്രിഷിനെ ചുമതലപ്പെടുത്തുമെന്ന് നിയമന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒരു കരിയർ സിവിൽ സർവീസ് എന്ന നിലയിൽ സിവിൽ സർവീസ് പരിഷ്കരിക്കാൻ ഏറ്റവും നല്ല വ്യക്തി അദ്ദേഹമാണോ എന്ന് ചിലർ ചോദ്യം ചെയ്യുകയും ചെയ്തു. ലോർഡ് മണ്ടൽസനെ US അംബാസിഡറായി നിയമിക്കുന്നതിന് മുൻപ് നടത്തിയ ജാഗ്രതാ പരിശോധനകളുടെ ആത്യന്തിക ഉത്തരവാദിത്വവും സർ ക്രിഷിനായിരുന്നു. എന്നിരുന്നാലും നിയമനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. സർക്കാർ പദ്ധതികൾ പ്രകാരം കുട്ടികളെ കൊണ്ടുപോകുന്ന കാറുകളിലും കളിസ്ഥലങ്ങളിലും സ്കൂളുകൾക്ക് പുറത്തും വാപ്പിംഗ് നിരോധിക്കാം. 12 ആഴ്ചത്തെ പൊതുജനാഭിപ്രായ ചർച്ചയ്ക്ക് വിധേയമായ ഈ പദ്ധതികൾ ഇംഗ്ലണ്ടിലുടനീളമുള്ള ഈ സാഹചര്യങ്ങളിൽ പുകവലി, വാപ്പിംഗ്, ചൂടാക്കിയ പുകയിലയുടെ ഉപയോഗം എന്നിവ തടയാൻ ശ്രമിക്കുന്നു. പുകവലി നിരോധിച്ചിട്ടുള്ള ഇൻഡോർ ഇടങ്ങൾ, ആശുപത്രികൾക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ പോലെ തന്നെ നിർദ്ദേശങ്ങൾ പ്രകാരം വാപ്പ് ചൂടാക്കൽ പുകയിൽ രഹിതമാകും. മറ്റുള്ളവർ പുകവലിക്കാൻ തിരഞ്ഞെടുക്കുന്നതിന്റെ പേരിൽ കുട്ടികളും രോഗികളും ബുദ്ധിമുട്ടേണ്ടി വരരുതെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് അഭിപ്രായപ്പെട്ടു. പുകവലിക്കുന്നത് ഹൃദ്രോഗത്തിനും ശ്വാസകോശാർബുദത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. കുട്ടികളെയും രോഗികളെയും ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. അതിനാൽ ഈ സർക്കാർ NHSൽ നിന്നുള്ള സമ്മർദ്ദം ഒഴിവാക്കി എല്ലാവരും കൂടുതൽ കാലം സുഖമായി ജീവിക്കുന്ന ഒരു ആരോഗ്യകരമായ ബ്രിട്ടൻ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ പ്രൊഫസർ സർ ക്രിഷ് വിറ്റി ആസ്മ, പ്രസവാനന്തര പ്രശ്നങ്ങൾ, നിരവധി അർബുദങ്ങൾ, ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവ സെക്കൻഡ് ഹാൻഡ് പുകവലിയുടെ പ്രധാനമായ ദോഷകരമായ ഫലങ്ങളിൽ ഒന്നാണെന്ന് പട്ടികപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വൈദ്യശാസ്ത്രപരമായ ദുർബലരായവർക്ക് പുകവലി മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ കുറയ്ക്കാൻ ഈ നടപടികൾ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി നാട്ടിലെ വാർത്തകൾ. കുമ്പിച്ചൽക്കടവ് പാലം കാണാൻ പൊതുപണിമുടക്ക് ദിവസവും വമ്പൻ തിരക്ക്. സോഷ്യൽ മീഡിയയിൽ വൈറലായ പാലം കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ ഇവിടെ എത്തുന്നുണ്ട്. വെള്ളറടയിലാണ് കുമ്പിച്ചൽക്കടവ് പാലമുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ബോട്ട് സർവീസും 4 ബസ് സർവീസുകളും ആരംഭിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പാലത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ദീപാലങ്കാരങ്ങൾ കാണാൻ രാത്രിയിലും ആളുകളുടെ തിരക്കുണ്ട്. പാലത്തിന്റെ അരികിൽ നിന്ന് വിദൂരമായ മലനിരകളും കാടിന്റെ ഭംഗിയും കാണാനും റീൽസ് എടുക്കാനും വരുന്നവരും നിരവധിയാണ്. അവധി ദിവസങ്ങൾ ആൾത്തിരക്കേറിയതോടെ ഐസ്ക്രീം വിൽപ്പനക്കാരുടെയും വാഹനങ്ങളിൽ തുണികളും തൊപ്പികളും വിൽക്കുന്നവരുടെയും കച്ചവടവും തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ട്രാഫിക് സിഗ്നലിന് സമീപം ഫുട്പാത്തിലൂടെ സ്കൂട്ടർ കയറ്റി പോകുവാൻ ശ്രമിച്ചയാളെ തടഞ്ഞ താരമായ പ്രഭാവതിയമ്മയെ അഭിനന്ദിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. വളരെ സന്തോഷമുണ്ടെന്നും ഏറ്റവും മികച്ച കാര്യമാണ് ചെയ്തതെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് KB ഗണേഷ് കുമാർ പ്രഭാവതിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ഫുട്പാത്ത് നടന്നു പോകാനുള്ളതാണല്ലോ, പ്രതികരിച്ച രീതിയോട് ബഹുമാനമുണ്ട്. പൊതുജനം പ്രതികരിച്ചാൽ മാത്രമേ നാട് നന്നാവൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് കാൽനട യാത്രക്കാരുടെ സുരക്ഷിത യാത്രയ്ക്കായി സർക്കാർ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം പ്രഭാവതിയമ്മയും മന്ത്രിയെ അറിയിച്ചു. രോഗികളും കുട്ടികളും ഉൾപ്പെടെ കാൽനടയായി പോകുന്നുണ്ട്. ധാർഷ്ട്യത്തോടെയാണ് പലരും വണ്ടി ഓടിക്കുന്നത്. നടപ്പാതകളുടെ ടൈൽസ് മുഴുവൻ ഇളകി അധികം ആരും പ്രതികരിക്കാറില്ല. പ്രതികരിക്കുന്നവരെ സർക്കാരും അധികാരികളും കാണും. ശാശ്വത പരിഹാരം കാണണമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കാൻ ആപ്പ് നിലവിലുണ്ടെന്നും ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പിഴ ഈടാക്കുമെന്നും എല്ലാവരും ഉപയോഗിക്കണമെന്നും മന്ത്രി മറുപടി പറഞ്ഞെങ്കിലും അതിലൂടെ സർക്കാർ ഫണ്ടല്ലേ ആകുള്ളൂ, നടപടിയാകില്ലല്ലോ എന്നായിരുന്നു പ്രഭാവതി അമ്മയുടെ തിരിച്ചുള്ള ചോദ്യം. ഇനി സ്പോർട്സ് വാർത്തകൾ. വ്യാഴാഴ്ച രാത്രി നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ പാദത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ FC ബാഴ്സലോണയെ 4-0 പരാജയപ്പെടുത്തിയതിനു ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡ് കോപ്പ ഡെൽ റേ ഫൈനലിലേക്ക് കൂടുതലെടുത്തു. മാർച്ച് 3 ക്യാമ്പ് നൗവിൽ നടക്കുന്ന റിട്ടേൺ ലെഗിന് മുമ്പ് ഈ ആധിപത്യ വിജയം അത്ലറ്റിക്കോയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. മോശം ബാക്ക് പാസിന് ശേഷം ബാഴ്സലോണ ഡിഫൻഡർ എറിക് ഗാർഷിയ അബദ്ധത്തിൽ സ്വന്തം ഗോൾ നേടിയതോടെയാണ് ഈ മുന്നേറ്റമുണ്ടായത്. അത്ലറ്റിക്കോ വേഗത്തിൽ മത്സരത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു. ആന്റോയിൻ ഗ്രീസ്മാൻ തന്റെ മുൻ ക്ലബിനെതിരെ ഗോൾ നേടി. സുഗമമായ ഒരു ടീം നീക്കത്തിന് ശേഷം അഡമോല ലുക്മാൻ മൂന്നാമതും ജൂലിയൻ അൽവാരസ് പകുതി സമയത്തിന് മുമ്പും 4-മതും ഗോൾ നേടി തന്റെ ഗോൾ വരൾച്ച അവസാനിപ്പിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 123.43 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.